പോയിട്ട് മണിക്കൂറുകളായി. KCB ഓഫീസിലേക്ക് വിളിച്ചിട്ടോ കിട്ടുന്നുമില്ല. ഈ അവസ്ഥയിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? പരമാവധി KCBക്കാരെ വിളിച്ച് 2 ചീത്ത വിളിക്കും അല്ലേ? എന്നാ ഇനി മുതൽ ദേഷ്യപ്പെടുന്നതിന് പകരം നിങ്ങളുടെ വാച്ച് ഒന്ന് നോക്കിക്കോ. കാരണം ആ വൈകുന്ന ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. സംഭവം ഇതാണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിയമങ്ങൾ പാടെ പരിഷ്കരിച്ചിരിക്കുകയാണ്. നമ്മളൊരു പരാതി കൊടുത്താൽ അത് പരിഹരിക്കാൻ KCBക്ക് കൃത്യമായ സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അവർ നമുക്ക് നഷ്ടപരിഹാരം ഇങ്ങോട്ട് നൽകണം. അതും നമ്മൾ അപേക്ഷയൊന്നും കൊടുക്കണ്ട, അടുത്ത മാസത്തെ ബില്ലിൽ ആ തുക താനെ കുറഞ്ഞു വരും. ഇനി ഫ്യൂസ് പോയാൽ നഗരങ്ങളിലാണെങ്കിൽ 4 മണിക്കൂർ, ഗ്രാമങ്ങളിലാണെങ്കിലോ 6 മണിക്കൂർ. ഇതിനുള്ളിൽ ഫ്യൂസ് കിട്ടി കറണ്ട് വന്നില്ലെങ്കിൽ 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും. രണ്ടാമത്തേത് ലൈൻ പൊട്ടിയാലോ? നഗരത്തിൽ 6 മണിക്കൂറും ഗ്രാമത്തിൽ 8 മണിക്കൂറുമാണ് സമയം. അത് കഴിഞ്ഞാൽ അവിടെയും കിട്ടും 100 രൂപ. അടുത്തത് ട്രാൻസ്ഫോർമർ കംപ്ലൈന്റ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വലിക്കാറുള്ളത്. ട്രാൻസ്ഫോർമർ കേടായാൽ പരമാവധി 1.5 ദിവസം 36 മണിക്കൂർ, അതിൽ കൂടിയാൽ നഷ്ടപരിഹാരം ഉറപ്പാണ്. ഇനി വോൾട്ടേജ് വ്യതിയാനം കാരണം നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ അടക്കം അടിച്ചു പോകുന്ന അവസ്ഥയുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, വോൾട്ടേജ് പരാതികൾ തീർപ്പാക്കാൻ വൈകിയാൽ നേരത്തെ വെറും 25 രൂപയായിരുന്ന നഷ്ടപരിഹാരം ഇപ്പോൾ 200 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണക്ഷൻ കാര്യത്തിലും കളി മാറിയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു കണക്ഷൻ ചോദിച്ചാൽ നഗരങ്ങളിൽ വെറും 3 ദിവസം മതി. വൈകുന്ന ഓരോ ദിവസത്തിനും 100 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. മീറ്റർ കംപ്ലൈന്റ് ആണെന്ന് പരാതിപ്പെട്ടാൽ 3 ദിവസത്തിനുള്ളിൽ അത് മാറ്റിയിരിക്കണം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, പരാതി കൃത്യമായി KCBയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വരും ദിവസങ്ങളിൽ ഇതിനായി ഒരു പ്രത്യേക പോർട്ടലും വരുന്നുണ്ട്. അപ്പോ ഇനി കറണ്ട് പോയാൽ ഇരുട്ടത്തിരിക്കണ്ട, നിങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി ചോദിച്ചു വാങ്ങുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കൂ, അവരും അറിയട്ടെ ഇതൊക്കെ.